അങ്ങനെ ആ പ്രണയം ബിഗ് ബോസ് കൈയോടെ പിടിച്ചിരിക്കുകയാണ് മക്കളെ. ആ പ്രണയത്തെ ബിഗ് ബോസ് തന്നെ പ്രമോയിലൂടെ നമുക്ക് കാണിച്ചു തന്നു, എപ്പിസോഡിലും ഉണ്ടായിരുന്നു ആ പ്രണയത്തിന്റെ കുറച്ച് കാര്യങ്ങൾ. ഇനി ലൈവിൽ മുഴുവൻ കണ്ടാലേ അറിയത്തുള്ളൂ കേട്ടോ അവരെന്തൊക്കെ സംസാരിച്ചു, എങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ളത്. അത് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയാം. എന്തായാലും ജാസ്മിനും ഗബ്രിയും തമ്മിൽ പ്രണയത്തിലാണോ എന്നൊരു ചോദ്യം ബിഗ് ബോസ് നമ്മളോടാണ് ചോദിച്ചിരിക്കുന്നത്. പ്രേക്ഷകരായ നമ്മളാണ് തീരുമാനിക്കേണ്ടത് ഇനി അവർ തമ്മിൽ പ്രണയത്തിലാണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും എനിക്കെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു. അവർ തമ്മിൽ പ്രണയത്തിലാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊരു കോംബോ സൃഷ്ടിക്കാൻ നോക്കുന്നു, പ്രണയത്തിലാണെന്ന് വരുത്തി തീർക്കാൻ നോക്കുന്നു. ആ കോംബോ പ്രേക്ഷകർക്ക് ഇടയിലേക്ക് ഇട്ടുതരാൻ നോക്കുന്നു. അതിലൂടെ അവർക്ക് അവരുടെ 100 ദിവസം നിൽക്കണം, അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി അവർക്കിടയിൽ ഒരു ശരിക്കും പ്രണയമാണ് ഉണ്ടായതെങ്കിൽ ഈ 4 ദിവസം കൊണ്ടൊക്കെ ഇത്രയും വലിയൊരു പ്രണയമൊക്കെ മുട്ടിടോ? അല്ല, മുമ്പൊക്കെ പറയാറുണ്ട് ഒറ്റ ദിവസം മതി അല്ലെങ്കിൽ ഒരൊറ്റ നോട്ടം മതി പ്രണയമൊക്കെ തോന്നാനായിട്ടെന്ന് പറയാറുണ്ട്. അങ്ങനെയും പ്രണയങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ ചെന്നുകൊണ്ട് ഗെയിം കളിക്കാൻ ചെന്ന ആൾക്കാർ 4 ദിവസം കൊണ്ട് പ്രണയത്തിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് പ്രേക്ഷകർ അത്ര പെട്ടെന്ന് അങ്ങ് അംഗീകരിച്ച് തരത്തൂല. ഇതെന്തായാലും രണ്ടുപേരും നല്ല ലവ് ട്രാക്ക് കളിക്കുകയാണെന്നാണ് എല്ലാ പ്രേക്ഷകരും കരുതുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും അവിടെ മുന്നിലുണ്ട്. ജാസ്മിൻ എന്ന മത്സരാർത്ഥിയെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഞാൻ നോക്കുമ്പോൾ ലേഡി കണ്ടസ്റ്റൻസിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി. അവിടെ ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇക്കാര്യത്തിലും ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്യുന്നു എന്ന് പറയേണ്ടി വരും ഈ പ്രണയം എന്നുള്ള ഈ ഒരു കാര്യത്തിൽ. എന്തായാലും എനിക്ക് അങ്ങനെ മാത്രമേ അതിനെ നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ നോക്കിയ സമയത്ത് ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്തിരിക്കുന്ന കണ്ടു, ജാസ്മിനെ ഈ ഒരു ഇതിലൂടെയാണ് പോകുന്നതെങ്കിൽ അത്ര നന്നായിരിക്കില്ല, ജാസ്മിനെ ഈ പ്രണയ നാടകം വിട്ടേക്ക് എന്ന് ഒരുപാട് പേര് പറയുന്നത് കമന്റിലൂടെ ഞാൻ വായിക്കുകയുണ്ടായി. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. പ്രേക്ഷകർ ഒരിക്കലും ഇനി പെട്ടെന്ന് തന്നെ ഉണ്ടാവുന്ന ആ ഒരു പ്രണയത്തെ അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കുറച്ച് പേർ അംഗീകരിക്കായിരിക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ച് മണ്ടന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരു പ്രണയം എന്ന് പറയുമ്പോൾ അയ്യോ അവരുടെ കോംബോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, എന്ത് രസമാണ് കാണാൻ എന്ന് പറയുന്ന കുറച്ച് പേരുണ്ടായിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതൽ പേരും ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ ഫസ്റ്റ് സീസൺ കഴിഞ്ഞിട്ട് ഉണ്ടായ എല്ലാ പ്രണയ കോംബോകളും ഫെയിലിയർ ആണെന്ന് ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് സീസൺ 4 അത്രയും പൊക്കിക്കൊണ്ട് നടന്നതാണ് ആ പ്രണയം എന്ന് പറയുന്നത്. അവിടെ അത് ഗംഭീര ഫ്ലോപ്പ് ആയിരുന്നു എന്നുള്ള കാര്യം എല്ലാ പ്രേക്ഷകർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രണയം എന്ന് പറയുന്നത് പ്രേക്ഷകർ അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളില്ല. അതുകൊണ്ട് ഇവർ ഈ കോംബോ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഗബ്രി ആണെങ്കിലും ജാസ്മിൻ ആണെങ്കിലും ശ്രമിക്കുമ്പോൾ പ്രേക്ഷകർക്കിടയിൽ ഒരു ഇഷ്ടക്കേടുണ്ടാക്കാൻ മാത്രമേ അതുകൊണ്ട് സാധിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കോംബോയുമായി ഇവർ രണ്ടുപേരും മുന്നോട്ട് പോയാൽ അത് ഗബ്രിക്കും ജാസ്മിനും ദോഷമായേ വരുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഒരിക്കലും രണ്ടുപേർക്ക് ഇത് പോസിറ്റീവ് ആവില്ല. എന്തായാലും ഇപ്പോൾ പ്രേക്ഷകരിൽ 90% ആളുകളും അവരുടെ ആ ഒരു പ്രണയ കോംബോ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.